നമസ്കാരം. നമസ്തേ ഐശ്വര്യ. സർ, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ശിവസേനയുടെ ഒരു എം.എൽ.എ. അബ്ദുൾ സത്താർ എന്ന് പറയുന്ന അദ്ദേഹം സന്ദർശിച്ച ക്ഷേത്രം ഗോമാംസം കഴിക്കുന്നയാളാണ് എന്ന കാരണം കൊണ്ട് ഗോമൂത്രം തളിച്ച് ബി.ജെ.പി. പ്രവർത്തകർ ശുദ്ധീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരില് ഇപ്പോ നമ്മുടെ നാട്ടിലും ഒരുപാട് ഇന്ന ഭക്ഷണം നിരോധിക്കണം. കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു സിനിമയുടെ പ്രമേയം പോലും ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ഒരു സീനൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതിനെ ചൊല്ലിയും കുറെ കോൺട്രവേഴ്സീസ് ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഭക്ഷണം ബീഫ് നിരോധിക്കണം എന്ന് ഇങ്ങനെ നമ്മൾ പറയുന്നതിന്റെ ഒരു റീസൺ എന്താണ് സർ? ഇതൊക്കെ ഏത് രീതിയിലാണ് സാർ നോക്കിക്കാണുന്നത്? അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു മതപരമോ അല്ലെങ്കിൽ പുരാണങ്ങളിലെ അതിന് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെയാണ് പറയണമെന്ന് നമ്മൾ കരുതുന്നെങ്കിൽ അത് തെറ്റ്. ഈ ഹിന്ദു മതത്തിന്റെ സനാതന ധർമ്മവാദികളും സംഖ്യകളും ഒക്കെയാണ് ഇതിനു വേണ്ടി നിൽക്കുന്നത്. അവരുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ബീഫ് കഴിക്കരുതെന്ന് മാത്രമല്ല കഴിക്കണം, കഴിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടെന്നൂടെ പറയുന്നുണ്ട്. ഇതൊന്നും വായിക്കാതെ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും പറയുന്ന കേട്ട് തുള്ളുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. ഈ സനാതന ധർമ്മത്തിന്റെ പേരിൽ പറയുന്നത് അവർ ദേ ഹാവ് ഇറ്റ് ഗോൺ ത്രൂ ദ ഒറിജിനൽ സ്ക്രിപ്റ്റേഴ്സ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാടകങ്ങളൊക്കെ കളിക്കുന്നത്. കാരണം ഇത് ചില വോട്ട് നേടാനുള്ള ചില ട്രിക്കുകളാണ്. ഇതിന് മതവുമായിട്ടോ അതിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായിട്ടൊന്നും യാതൊരു ബന്ധമില്ലേ. തുടക്കത്തിൽ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനത് ബാക്കി പറയാം. ഇപ്പൊ മുംബൈയിലെ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഷിൻഡെ വിഭാഗമാണ് കേട്ടോ ശിവസേനയിലെ. പുള്ളി എം.എൽ.എ. ആണ്, മുൻ മന്ത്രിയുമായിരുന്നു, കൃഷിമന്ത്രിയായിരുന്നു പുള്ളി. അയാള് ഛത്രപതി സംഭാജി നഗറിലെ ക്ഷേത്രത്തിൽ സന്ദർശനം തുടർന്നാണ് ബി.ജെ.പി. പ്രവർത്തകർ ക്ഷേത്രം ഗോമൂത്രം തളിച്ച് ശുദ്ധീകരിച്ചു എന്ന വാർത്ത ഞാൻ മനോരമയിലാണ് വായിക്കുന്നത്. ഉദ്ധവ് താക്കറെ മന്ത്രിസഭയിലെ കൃഷിമന്ത്രിയായിരുന്നു അബ്ദുൾ സത്താർ. അവർ പറയണമെന്ന് വെച്ചാൽ ഗോമാംസം കഴിക്കുന്ന ആളാണ് സത്താർ എന്ന് കാരണം പറയുന്നതാണ്. അദ്ദേഹം ദർശനം നടത്തിയതോടെ ക്ഷേത്രം അശുദ്ധമായി. അദ്ദേഹം അടുത്തിടെയാണ് ഹജ്ജിന് പോയത്. ഇത് പറയുമ്പോൾ അദ്ദേഹം എന്നാണ് കേട്ടോ പറഞ്ഞത്. അതൊരു മര്യാദയാണ്. ഇത്ര പറയുമ്പോൾ ഒരു മര്യാദ. ഇപ്പോൾ അമ്പലത്തിൽ ദർശനം നടത്തി. സത്താർ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഡ്ഢികളാക്കിയാണ് എന്നാണ് ആ പ്രദേശത്തെ ബി.ജെ.പി. നേതാവ് സംഭവത്തിന് ശേഷം പറയുന്നത്. ബീഫ് കഴിക്കുന്നവരെ തല്ലിക്കൊല്ലുകയും പശുവിനെ മനുഷ്യരെക്കാൾ പ്രാധാന്യം കൊടുത്ത് സംരക്ഷിക്കുകയും ചെയ്യുന്ന ബി.ജെ.പി. ആർ.എസ്.എസ്. പ്രവർത്തകർ പശുവിന്റെ മഹാത്മ്യത്തിന് വേദസംസ്കാരവുമായും അതിലൂന്നിയ സനാതന ധർമ്മവുമായിട്ട് ബന്ധമുണ്ടെന്ന് എന്നാണ് പറയുന്നത്. ഇത് തെറ്റാണ്. പക്ഷെ നമ്മൾ നോക്കുന്നത് നമ്മളിത് പറയുന്നവർ വരുന്നതിന് മുമ്പ് ഈ ബാലഗംഗാധരത്തിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ വളരെ തീവ്രവാദി എന്ന് പറയുന്ന കോൺഗ്രസിൽ ബാലഗംഗാധരത്തിൽ ബിഫോർ ഗാന്ധി പുള്ളിയുടെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരു മനുഷ്യനെ രക്ഷിക്കണോ പശുവിനെ രക്ഷിക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ പശുവിനെ രക്ഷിക്കണം എന്നായിരിക്കും പറയുക. മനസ്സിലായോ? ഇത്ര ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യരായിരുന്നു നമ്മുടെ നേതാക്കൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അതിന്റെയൊക്കെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ കാണേണ്ടത്. ഒറ്റപ്പെട്ട സംഭവങ്ങളില്ല. ഇനി അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് സ്ഥാപിച്ചിട്ടുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് മുമ്പിൽ അബ്രാഹ്മണർക്ക് പ്രവേശനമില്ല എന്ന ബോർഡായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അബ്രാഹ്മണർ പശു ഇറച്ചി തിന്നുന്നവരാണെന്നും പശു യഥാർത്ഥത്തിൽ അമ്മയാണെന്നും അതുകൊണ്ട് തന്നെ പശുവിനെ കൊന്നു തിന്നുന്നവർ സ്വന്തം അമ്മയെ തന്നെ കൊന്നു തിന്നുന്നവരാണെന്നുമാണ് ആർഷഭാരത സനാതന ധർമ്മക്കാർ പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പശുവിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് 44 പേരെ ഇന്ത്യയിൽ സനാതന ധർമ്മവാദികൾ കൊന്നിട്ടുണ്ട്. ഇതിൽ 36 പേരും മുസ്ലിങ്ങളാണ് എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഗോവധ നിരോധന നിയമമുള്ള ദില്ലി, ഗുജറാത്ത്, ഹരിയാന, ഉത്തർപ്രദേശ് ഇവിടങ്ങളിലെല്ലാം പൊതുസ്ഥലത്ത് ബീഫ് വിളമ്പാറില്ല. അത് നിഷിദ്ധമാണ്, നിയമവിരുദ്ധമാണ്. ദില്ലിയിലെ ചില സർവകലാശാലകളിലെ കന്റീനുകൾ ബീഫ് നിരോധിച്ചിട്ടുണ്ട്. നമുക്ക് ഓർമ്മയുണ്ട് 2025 ഓഗസ്റ്റ് മാസത്തിൽ എറണാകുളത്തെ കാനറ ബാങ്കിൽ ബീഹാറിൽ നിന്നൊരു മാനേജർ വന്നപ്പോൾ ബീഫ് നിരോധനം ഏർപ്പെടുത്തി അവിടുത്തെ കന്റീനിൽ കേരളത്തില്. അതിനെ തുടർന്നിട്ട് ബാങ്ക് ജീവനക്കാർ പ്രൊട്ടസ്റ്റ് ആയിട്ട് ബീഫ് ഫെസ്റ്റിവൽ നടത്തി. ഈ പശ്ചാത്തലത്തിൽ വേണം വേദസംസ്കാരം ഗോവധത്തിനെതിരായിരുന്നു എന്ന് പരിശോധിക്കാൻ. ഇതെല്ലാവരും പറയുന്നത് വേദസംസ്കാരവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ സനാതനയൊക്കെ പറയുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം പറയുന്നത്
ആരെങ്കിലും ഒരാൾ പറയുന്നതല്ല, മറിച്ച് ആ ഗ്രന്ഥങ്ങളാണ്, സ്ക്രിപ്റ്റേഴ്സ് ആണ്. അതെ, തീർച്ചയായും. ആ സ്ക്രിപ്റ്റേഴ്സ്, അല്ലാതെ ഞാനോ നിങ്ങളോ എക്സ് വൈ ഓർ ഇസഡ് പറയുന്ന അല്ല. അത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നോക്കേണ്ട ആ ഗ്രന്ഥങ്ങളെ തന്നെയാണ്. ആ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയിട്ടാണല്ലോ ഈ പറയുന്നതൊക്കെ. ആ ഗ്രന്ഥങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. ഓക്കെ. വേദകാലഘട്ടത്തിലെയും അതിനുശേഷമുള്ള കാലഘട്ടത്തിലെയും ബ്രാഹ്മണർ പശുവിന്റെ ഇറച്ചി ധാരാളമായി കഴിച്ചിരുന്നു. ജൈനമതക്കാരും ബുദ്ധമതക്കാരും ഗോമാംസവും മറ്റു മാംസങ്ങളും കഴിച്ചിരുന്നു. എന്നാൽ ആഹാരത്തിനായി മൃഗങ്ങളെ കൊല്ലരുത് എന്ന് മാത്രമാണ് ജൈനമതവും ബുദ്ധമതവും പറഞ്ഞത്. അതായത് നമ്മുടെ വീട്ടിലൊരു മൃഗം ചത്താൽ അതിനെ കൊല്ലാൻ, അതിനെ തിന്നാം, കൊന്നു തിന്നരുത്. ഒരു അതിഥി വരുമ്പോൾ അയാൾക്ക് വേണ്ടി മൃഗത്തിനെ കൊല്ലരുത്, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ബുദ്ധിസത്തിലും ജൈനിസത്തിലും പോലും അങ്ങനെയുള്ളു. കാരണം ബുദ്ധൻ അവസാനമായി കഴിച്ച ആഹാരത്തിന്റെ പേര് സുഖറമാധവ് എന്നാണ്. സുഖറമാധവ്. ഇളം പന്നി ഇറച്ചിയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അത് കഴിച്ച് പുള്ളിക്ക് ഇൻഡൈജഷൻ വന്ന് പുള്ളി മരിച്ചുപോയി കുറെ ദിവസം കഴിയുമ്പോൾ. പക്ഷെ അവസാനം കഴിച്ച ആഹാരം എന്താണ്? പന്നി ഇറച്ചിയാണ്. ഇളം പന്നി ഇറച്ചി. അതാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്, സുഖറമാധവ്. ശ്രീകൃഷ്ണന്റെ കസിൻ നെമിനാഥ് തന്റെ വിവാഹത്തിന് മുമ്പുള്ള ഊരുചുറ്റൽ സമയത്ത്, ഒരു ഊരുചുറ്റൽ പോലത്തെ ഫംഗ്ഷൻ സമയത്ത് ധാരാളം പശുക്കളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാണ് ഈ പശുക്കളെ ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്ന ചോദ്യത്തിന് ഇതൊക്കെ നാളെ ആഹാരമാക്കാനുള്ളതാണെന്നാണ് മറുപടി കിട്ടിയത്. നെമിനാഥ് ഊരുചുറ്റൽ നിർത്തി പുറത്തു പോയിട്ട് വേദമതത്തിൽ നിന്നുള്ള പുറത്തു കടന്ന് ജൈനമതം സ്വീകരിച്ചു. പിന്നീട് ഘോര അങ്കിരസ് എന്ന ജൈന മുനിയായി പ്രസിദ്ധനായി. ഈ ഘോര അങ്കിരസ് ആണ് ജൈനന്മാരുടെ ഇതിനകത്തുള്ള 22ാമത്തെ തീർത്ഥങ്കരൻ. പുള്ളി ഇങ്ങനെ വരുന്ന ഒരാളാണ്. അത് മാത്രമല്ല, പുള്ളിയെ കുറിച്ച് വേറെ ഒരു ഇതുണ്ട്. ചാന്തോഗ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ഘോര അങ്കിരസ് ദേവകിയുടെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു. ദേവകിയുടെ മകൻ കൃഷ്ണൻ. മനസ്സിലായോ? അതായത് കൃഷ്ണൻ ജൈനന്റെ അടുത്താണ് പഠിച്ചതെന്നാണ് ചാന്തോഗ്യ ഉപനിഷത്തിൽ പറയണത്. ജൈന തീർത്ഥങ്കരനായ ഘോര അങ്കിരസിന്റെ നിന്നാണ് ശ്രീകൃഷ്ണൻ. അതാണ് നമ്മൾ ഗീതയിൽ പറയുന്ന ഓൾ പെർവേഡിങ് സബ്സ്ട്രാറ്റം എല്ലാം ഞാനാണെന്ന് ആത്മാവാണ് പറയുന്നത്. ചാന്തോഗ്യ ഉപനിഷത്തിൽ ഘോര അങ്കിരസ് കൃഷ്ണനോട് പറയുന്നതാണ്. അങ്ങനെ വരുമ്പം ഗീതയിലെ ആ ഉപദേശം എന്ന് പറഞ്ഞാൽ ജൈന മത വിശ്വാസി അല്ലെ ജൈന തീർത്ഥങ്കരന്റെ ഉപദേശമാണെന്നൂടെ കാണേണ്ടി വരും. അത് നമുക്ക് തൽക്കാലം ഇപ്പം മാറ്റിയേക്കാം. ഏതായാലും അയാൾ ഹിന്ദു ആയിരുന്നു, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ നിന്നാണ് അയാൾ പോയത്. ഹിന്ദു അല്ല, സനാതന ധർമ്മം. ഇത് വ്യക്തമാക്കുന്നത് വേദമതത്തിലെ ആൾ പശുക്കളെ കൊന്നു തിന്നിരുന്നു എന്നാണ്. അല്ലെ? അങ്ങനല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഗോമാംസത്തെക്കുറിച്ച് വേദങ്ങളിലും ഉപനിഷത്തുകളിലും നമുക്ക് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. പെൺകുട്ടികളുടെ വിവാഹത്തോടനുബന്ധിച്ച് കാളയെയും പശുവിനെയും കൊല്ലുന്നു ഋഗ്വേദത്തിൽ. ഇന്ദ്രൻ പശുവിന്റെയും പശുക്കുട്ടിയുടെയും എരുമയുടെയും മാംസം ഭക്ഷിച്ചിരുന്നു ഋഗ്വേദം. ശ്രാദ്ധത്തിന്റെ ഭാഗമായി നൽകുന്ന മാംസാഹാരം ഭക്ഷിക്കാൻ ബ്രാഹ്മണൻ വിസമ്മതിച്ചാൽ അയാൾ നരകത്തിൽ പോകും. വശിഷ്ഠ ധർമ്മസൂത്രം. പശുവിന്റെ ഇറച്ചി കഴിച്ചില്ലെങ്കിൽ ഒരു ഹിന്ദു നല്ല ഹിന്ദുവാകില്ല എന്ന് പുരാതന ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് വർക്ക്സ് ഓഫ് വിവേകാനന്ദൻ പറയുന്നുണ്ട്. പിന്നെ ബൃഹദാരണ്യ ഉപനിഷത്തിനെ കുറിച്ചുള്ള ശങ്കരാചാര്യരുടെ കമന്ററിയിൽ ഇങ്ങനെ പറയുന്നു. മൻസോദാൻ എന്നത് അരിയും മാംസവും ചേർത്ത് തയ്യാറാക്കുന്നതാണ്. ഇതിന് ഏറ്റവും നല്ല മാംസം കാളയുടേതാണ്. ഗർഭധാരണം നടത്താൻ കഴിവുള്ള കാളയുടെ മാംസമാണ് ഉചിതം. ഇനി മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ രന്തിദേവ എന്ന് ധർമ്മിഷ്ഠനായ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത് അയാളെക്കുറിച്ച്. ആൾക്കാർക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി രന്തിദേവ എല്ലാ ദിവസവും 2000 പശുക്കളെയും 2000 മറ്റു മൃഗങ്ങളെയും കൊന്നിരുന്നു. ഇനി ലക്ഷണമൊത്ത ഉത്തമനായ മകൻ ഉണ്ടാകണമെങ്കിൽ ഭർത്താവ് ഭാര്യയോട് അരിയും മാംസവും ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞ് ആ ഭക്ഷണം 2 ആളും ചേർന്ന് നെയ്യ് കൂട്ടി കഴിക്കണം. മാംസത്തിന് ഉപയോഗിക്കുന്ന വളർച്ചയെത്തിയ കാളയോ കാളക്കുട്ടനോ ആകാം. ഇത് ബൃഹദാരണ്യ ഉപനിഷത്തിലാണ്. ഈ യാജ്ഞവൽക്കൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. നല്ല പദം വരുന്നത് വരെ വേവിച്ച മാംസമേ ഞാൻ കഴിക്കുകയുള്ളൂ. ഇനി ഇന്ദ്രനും മാംസാഹാരത്തോട് വലിയ ആർത്തിയായിരുന്നു. 15 മുതൽ 20 വരെ വേവിച്ച കാളകളെ വേണമെന്ന് ഇന്ദ്രൻ ആവശ്യപ്പെട്ടു. ഋഗ്വേദത്തിൽ പറയുന്നു. മനുസ്മൃതിയിൽ മാംസാഹാരത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. മൃഗങ്ങളുടെ മാംസം കഴിക്കുന്ന പാപമല്ല.
യാഗകർമ്മങ്ങൾ ശരിയാവണ്ണം ചെയ്യുന്ന ഒരാൾ മാംസം കഴിച്ചില്ലെങ്കിൽ മരണശേഷം അയാൾ അടുത്ത 21 ജന്മങ്ങൾ ബലിമൃഗമായി ജനിക്കും. മനുസ്മൃതിയാണ്. ഇനി യജുർവേദത്തിലെ ശതാബ്ദ ബ്രാഹ്മണയിൽ ബലി കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ബലിയിൽ ഏറ്റവും മുന്തിയത് മനുഷ്യനെയാണ് ആദ്യം ബലി കൊടുക്കുക, ഏറ്റവും മികച്ചത്. കാരണം എല്ലാ മൃഗങ്ങളിലും വെച്ച് മുന്തിയത് മനുഷ്യനാണ്. മനുഷ്യന് ശേഷം കുതിര, അതിനുശേഷം പശു, പിന്നെ മുട്ടനാട്. ഇനി അബ്ദുൽ സത്താറിന്റെ ശിവക്ഷേത്ര പ്രശ്നത്തിലേക്ക് തിരിച്ചു വരാം. ഇതാണ് സനാതന ധർമ്മത്തിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ മാംസാഹാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഡ്രോപ്പില് എന്താണ് സത്താർ, അബ്ദുൽ സത്താറിനെ കുറിച്ച്, ശിവക്ഷേത്ര പ്രവേശനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിലേക്ക് വരാം. 4 കാര്യങ്ങളാണ് ബിജെപിക്കാരെ ചൊടിപ്പിച്ചത്. നമുക്കത് വായിക്കാൻ മനസ്സിലാകുന്നത്: 1, അബ്ദുൽ സത്താർ മുസ്ലിമാണ്. 2, അബ്ദുൽ സത്താർ ഹജ്ജിന് പോയിരുന്നു. 3, അബ്ദുൽ സത്താർ ബീഫ് കഴിക്കുന്ന ആളാണ്. 4, സത്താർ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ വിഡ്ഢിയാക്കുകയാണ്. ഇതാണ് 4 പോയിന്റാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്നൊന്നായി നോക്കാം. അബ്ദുൽ സത്താർ ആ പ്രദേശത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്. അറിയപ്പെടുന്ന ഷിൻഡെ പക്ഷ ശിവസേനക്കാരനാണ്, മുൻ മന്ത്രിയാണ്. ഈ ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം വിലക്കിയിട്ടുണ്ടെങ്കിൽ അതറിയാത്ത ആളാണോ സത്താർ? അങ്ങനെ വിലക്കുണ്ടെങ്കിൽ അത് ലംഘിക്കാൻ അയാൾ എന്താ തീവ്രവാദ പ്രവർത്തനമാണ് നടത്തിയത്? അപ്പോൾ യഥാർത്ഥത്തിൽ അബ്ദുൽ സത്താർ ഹിന്ദു ക്ഷേത്രത്തിൽ കയറി എന്നുള്ളതല്ല പ്രശ്നം. കാരണം ഹിന്ദു ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൽ അവിടെ അഹിന്ദുക്കൾ കയറിക്കൂടുന്ന നിയമമില്ല. ഉണ്ടെങ്കിൽ അയാൾ കയറത്തില്ല. അത് കയറുമെങ്കിൽ വേറെയാണ് പ്രശ്നം. ഇനി ഹജ്ജിന് പോകുന്നത് എങ്ങനെ തെറ്റാകും? അതെങ്ങനെ ഗോമൂത്രം തെളിച്ച് ശുദ്ധിയാക്കേണ്ട അശുദ്ധിയാകും? അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ എത്ര ശുദ്ധിയുണ്ടോ അത്രയും ശുദ്ധി മെക്കയിലുമുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ എത്ര അശുദ്ധിയുണ്ടോ അത്രയും അശുദ്ധി മെക്കയിലും കാണും. അപ്പോൾ അതുമല്ല പ്രശ്നം. പിന്നെയുള്ളത് സത്താർ ബീഫ് കഴിക്കുമെന്നതാണ്. എല്ലാ മുസ്ലിങ്ങളും ബീഫ് കഴിക്കുമെന്നും ഒരു ഹിന്ദുവും ബീഫ് കഴിക്കില്ല എന്നും ബുദ്ധിയുള്ള ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇനി ആ ക്ഷേത്രത്തിൽ വരുന്ന ഹിന്ദുക്കളെല്ലാം ബീഫ് കഴിക്കാത്തവരാണ് എന്ന് ക്ഷേത്ര പരിസരം ഗോമൂത്രം കൊണ്ട് ശുദ്ധിയാക്കിയവർക്ക് ഉറപ്പുണ്ടോ? ഭക്തരുടെ കാര്യം പോട്ടെ. ക്ഷേത്രത്തിലെ പൂജാരി, ബ്രാഹ്മണ പൂജാരി ബീഫ് കഴിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ? ഇനി ആ ബ്രാഹ്മണ പൂജാരി ഒരിക്കൽ പോലും ബീഫ് കഴിച്ചിട്ടില്ലെങ്കിൽ അയാൾ നരകത്തിൽ പോകുമെന്നാണ് വശിഷ്ഠധർമ്മ സൂത്രത്തിൽ പറയുന്നത്. ശ്രാദ്ധത്തിന് മാംസം കൊടുത്ത് ഭക്ഷിക്കാതിരുന്നാൽ അയാൾ നരകത്തിൽ പോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നാളിതുവരെ മാംസം കഴിക്കാത്തയാളാണ് ക്ഷേത്രത്തിലെ ബ്രാഹ്മണ പൂജാരി എങ്കിൽ അയാൾ നിശ്ചയമായും നരകത്തിൽ പോകും. ഇനി അയാൾ വശിഷ്ഠധർമ്മ സൂത്രം പറയുന്നത് പോലെ ശ്രാദ്ധത്തിന് മാംസം കഴിച്ച ഉത്തമ ബ്രാഹ്മണനാണെങ്കിൽ മാംസം കഴിക്കുന്ന സത്താർ പ്രവേശിച്ചതുകൊണ്ട് ആ ക്ഷേത്രം എങ്ങനെ അശുദ്ധമായി? മാംസം കഴിച്ച ബ്രാഹ്മണ പുരോഹിതനല്ലേ എന്നും പൂജ നടത്തുന്നത്. ശിവക്ഷേത്രത്തിലെ പൂജാരി ആയതുകൊണ്ട് എന്തായാലും ആ ബ്രാഹ്മണൻ ഉത്തമ പുരുഷനായിരിക്കും, സംശയമില്ല. അല്ലെങ്കിൽ തന്നെ ഏത് ബ്രാഹ്മണനാണ് ഉത്തമ പുരുഷൻ അല്ലാത്തത്? സനാതന ധർമ്മത്തിന്റെ കാതൽ തന്നെ അതല്ലേ? ഉത്തമ പുരുഷനും ഉത്തമ സൃഷ്ടിയുമായ ബ്രാഹ്മണന്റെ നന്മയ്ക്ക് വേണ്ടി ബാക്കി എല്ലാവരും പ്രവർത്തിക്കണമെന്നതാണ് വേദങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഈ ബ്രാഹ്മണ പുരോഹിതൻ ഉത്തമ പുരോഹിതനാണെങ്കിൽ ബൃഹദാരണ്യക ഉപനിഷത്ത് അനുസരിച്ച് അയാളുടെ മാതാപിതാക്കൾ അയാൾക്ക് ജന്മം നൽകുന്നതിന് മുമ്പ് അരിയും മാംസവും ഒരുമിച്ച് വേവിച്ച ആഹാരം നെയ്യ് ചേർത്ത് പരസ്പരം പങ്കിട്ട് കഴിച്ച് തന്നെയായിരിക്കണം. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ഈ ഗോമൂത്ര പുണ്യാഹം? വസ്തുത ഇതാണ്: സംഘികൾ അവർ ആധാരമാക്കുന്ന വേദങ്ങളോ ഉപനിഷത്തുകളോ മറ്റ് ഗ്രന്ഥങ്ങളോ വായിച്ചിട്ടില്ല. വെറുതെ ഓരോ പൊട്ടത്തരങ്ങൾ പറയുന്നു, പൊട്ടത്തരങ്ങൾ ചെയ്യുന്നു, പൊട്ടന്മാരായി ജീവിക്കുന്നു, പൊട്ടന്മാരായി മരിക്കുന്നു. വടക്കേ ഇന്ത്യയിലും കിഴക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലെയും കഥ ഒന്ന് തന്നെ. ഇവിടെയാണ് അബ്ദുൽ സത്താർ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഡ്ഢികളാക്കിയാണ് എന്ന് BJP പ്രവർത്തകർ പറയുന്നതിന് പ്രസക്തിയേറുന്നു. സത്താർ ഹിന്ദു ക്ഷേത്രത്തിൽ പോയതിന് ഒരു മുസ്ലിം സംഘടനയും പള്ളിയും അദ്ദേഹത്തിനെതിരെ പ്രസ്താവന ഇറക്കിയിട്ടില്ല. അപ്പോൾ സത്താർ മുസ്ലിങ്ങളെ വിഡ്ഢികളാക്കുന്നു എന്ന് പറഞ്ഞ തെറ്റ്. ഒരു ശിവക്ഷേത്രത്തിൽ പോയാൽ ഉടൻ ഹിന്ദുക്കൾ മുഴുവൻ സത്താറിനടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമെന്ന് സത്താർ കരുതുന്നുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ കിട്ടിയ അത്രയും വോട്ടൊക്കെ പോരെ ഇനിയും ജയിച്ചു വരാൻ. അപ്പോൾ വസ്തുത ഇതാണ്: ഒരു മുസ്ലിം ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിനെതിരെ ഗോമൂത്ര സമരം നടത്തിയ BJP പ്രവർത്തകരാണ് വാസ്തവത്തിൽ വിഡ്ഢിവേഷം കെട്ടിയത്. അല്ലെങ്കിൽ അവർ സ്വന്തം വ്യക്തിത്വം കണ്ടെത്തുകയായിരുന്നു. അതാണ് അവർ ഈ പ്രവൃത്തിയിൽ കൂടെ ചെയ്തിരിക്കുന്നത്.
ഉറപ്പായിട്ടും സാർ. അതായത് അവരുടെ ഉപനിഷത്തുകൾ നമ്മള് ഹിന്ദുക്കള് ബീഫ് നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ കിടന്നുകൊണ്ട് അലമുറയിടുന്നതൊക്കെ വേദങ്ങളും ഉപനിഷത്തുകളും മനസ്സിലാക്കാണ്ടാണെന്നാണ് സാർ പറയുന്നത്. മനസ്സിലാക്കുന്ന പോട്ടെ, അത് വായിച്ചിട്ടുള്ളത് കണ്ടു കാണില്ല. ഒന്നും വേണ്ട, വിവേകാനന്ദന്റെ വർക്ക്സ് എടുത്ത് വായിക്കുകയാണെങ്കിൽ കൃത്യമായി ഈ ഓരോ കാര്യം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വിവേകാനന്ദൻ ഇവരെ സംബന്ധിച്ചൊരു പോസ്റ്റർ പോലെയാണ്. അയാളുടെ പടങ്ങളൊക്കെ എല്ലായിടത്തും വെക്കും. പക്ഷെ അയാളുടെ ബുക്ക് വായിക്കാൻ ഇവർ അനുവദിക്കില്ല. കാരണം അയാളെ ഈ ബ്രാഹ്മണ വിഭാഗം അയാളെ ഹിന്ദു മതത്തിന് പുറത്താക്കിയിട്ടുണ്ട്. അതറിയാമോ? അത് അയാൾ ഈ ഫേമസ് ചിക്കാഗോ അഡ്രസ് ചെയ്തിട്ട് അയാൾ വന്നപ്പം കടൽ കടന്ന് പൊക്കൂടാന്ന്, യാത്ര ചെയ്ത് പൊക്കൂടാന്നൊരു നിയമമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? കടൽ കടന്ന് യാത്ര ചെയ്ത് പോകേണ്ടി വരുമ്പോൾ ആ യാത്ര ചെയ്യുന്ന ആ കപ്പലിലോ ബോട്ടിലോ വാട്ടവർ മേ ബി അതിനകത്ത് അന്യ ജാതിക്കാരും അന്യ മതസ്ഥരും ഉണ്ടാകുമല്ലോ. അവരോടൊപ്പം ആഹാരം കഴിക്കേണ്ടി വന്നാൽ ഈ അതെ അങ്ങനെയാണ് നിയമം കേട്ടോ. പൂണൂലിട്ട് വാസ്തവത്തിൽ ഈ സനാതന ധർമ്മ മൂന്ന് ജാതിയുള്ളൂ കേട്ടോ, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും. മറ്റേ സനാതന ധർമ്മത്തിലുള്ള അല്ല കേട്ടോ ശൂദ്രർ. അതാണ് മറ്റു മൂന്ന് പേർക്ക് അവർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നമ്മൾ ടോപ്പ് വസ്ത്രം ധരിക്കത്തില്ല. അപ്പൊ ആളുകളെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പൂണൂലിടുന്നത്. അല്ലാതെ അതിന് വേറെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമില്ലേ. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നെറ്റിയിൽ കുറിയിടുന്ന പോലെ അല്ലെങ്കിൽ കുരിശ് വരയ്ക്കുന്ന ഓരോ അതുപോലെ ഒരു ഐഡന്റിറ്റി. ഇപ്പൊ കയ്യിൽ കുറെ പേര് എന്താണ് ഒരു നൂല് കെട്ടിക്കൊണ്ട് നടക്കുന്ന പോലെ ഇതിൽ കണ്ട ഉടനെ അറിയണം, അല്ലെങ്കിൽ ബുർഖ ഇടുന്ന പോലെ. അല്ലാതെ ഇതൊന്നും വേറെ യാതൊരു അർത്ഥവും ഇല്ല. അപ്പൊ ആ ഇതിനകത്ത് ബ്രാഹ്മണ ഇങ്ങനെ കടൽ കടന്ന് പോയത് കൊണ്ട് ഈ രാമകൃഷ്ണ പരമഹംസൻ പൂജിച്ചുകൊണ്ടിരുന്ന ആ ക്ഷേത്രത്തിലും ആ ഏരിയയിലും വിവേകാനന്ദൻ പ്രവേശനം നിഷേധിച്ചു. ഈ കാരണം കൊണ്ട് കടൽ കടന്ന് പോയി എന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ വിവേകാനന്ദ അതിനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ എന്നെ അവർ മ്ലേച്ഛനായി മാറ്റി കളഞ്ഞു, പിന്നെ അവർ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാൽ എനിക്ക് എന്താന്ന്, ഇതാണ് അയാൾ ചോദിച്ചത്. അപ്പൊ അയാളുടെ ബുക്കുകളോ ഒന്നും ഇവർ വായിക്കാനോ പിള്ളേർക്ക് കൊടുക്കത്തില്ല. ഈ പടം മാത്രം ഇങ്ങനെ അയാൾക്ക് പാകമാകാത്തൊരു വേഷം ചിക്കാഗോ. ആ വേഷത്തിന്റെ കഥ അറിയാമോ? ചിക്കാഗോയിൽ അവിടെ പോയപ്പം അയാള് ഒരു തണുത്തൊരു മരത്തിന്റെ മൂട്ടിൽ തണുത്ത് പറിച്ചിരുന്നപ്പോ ഒരു സ്ത്രീ അയാളെ വിളിച്ച് അകത്ത് കൊണ്ടുവന്നിരുന്നു. അയാൾ ഇതിൽ പങ്കെടുക്കാൻ വന്നാണ് വേൾഡ് റിലീജിയസ് കോൺഫറൻസിൽ. അപ്പൊ അയാൾക്ക് പാകമാകുന്നൊരു വേഷം ഇല്ലാത്തതുണ്ട് ഏതോ ഒരു വലിയൊരു കോട്ട്, ഒരു ഡ്രസ്സ് പോലെ ഗൗൺ പോലെ കൊടുത്തു. അത് ഇയാൾക്ക് വലുതായതുകൊണ്ട് ഇയാളത് അകത്തേക്കും പിന്നെ വെളിയിലേക്കും വലിച്ചിട്ട് അതിന്റെ മുകളിലൊരു തുണി കെട്ടി. അതാണ് വേഷം കേട്ടോ. ആ വേഷമില്ലേ ഒരു അതാണ് കേട്ടോ. അല്ലാതെ നമ്മളിപ്പോ പുതിയ ടൈപ്പ് ജെൻസി ഡ്രസ്സ് പോലെ ഒരു ഭാഗത്തേക്ക് വേറൊരു ഭാഗത്തേക്ക് വന്നിട്ട് അല്ല കേട്ടോ. ഇറ്റ് ഈസ് ടു ബിഗ് ഫോർ ഹിം. അപ്പോൾ അയാള് അത് വലതു ഭാഗം അകത്തേക്കും അതിന്റെ മുകളിൽ കൂടെ ഇടതു ഭാഗവും വലിച്ചു കെട്ടിയിട്ട് അതങ്ങനെ ഇരിക്കാൻ ബട്ടൺ ഇല്ലല്ലോ, ബട്ടൺ ഇട അതുകൊണ്ട് അതിന്റെ മുകളിൽ ഒരു കാവി ഒരു ഷാള് വെച്ച് അയാൾ കെട്ടുക ചെയ്ത്. അതാണ് ആ വേഷം. അപ്പം അതുകൊണ്ട് വിവേകാനന്ദൻ പറഞ്ഞൊന്നും വായിച്ചിട്ടില്ല. വേദങ്ങൾ വായിച്ചാൽ മനസ്സിലാകത്തുമില്ല. മനസ്സിലാകുന്ന ചിലർ കാണാം, അവരിവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. കാരണം വേദങ്ങളിൽ പറയുന്നതിനൊക്കെ എതിരായിട്ടാണ്. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറയാം. നമ്മളെപ്പോഴും പോലെ കർമ്മണ്യേവാധികാരസ്ഥാം ഫലേഷു കഥാചന എന്ന് പറയുന്നില്ലേ? കർമ്മം ചെയ്യുക നിന്റെ ഉദ്ദേശം, കർമ്മഫലം ഇച്ഛിക്കൽ. അതാണല്ലോ ഏറ്റവും എപ്പോഴും എടുത്തു പറയുന്ന ഒരു സാധനം ഗീതയില്. ഗീത വേദങ്ങളുടെ അന്തസത്തയാണ്. ഉപനിഷത്തിന്റെ അന്തസത്തയാണ്. ഉപനിഷത്ത് വേദങ്ങളുടെ അന്തസത്തയാണ് എന്നല്ലേ നമ്മൾ പറയുന്നത്. പക്ഷെ വേദങ്ങളിൽ യാഗങ്ങൾ ഓരോ യാഗവും നടത്തുമ്പം അതിന്റെ കർമ്മഫലം ഇതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇന്ന ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന കർമ്മം ചെയ്യുന്നത്. അപ്പൊ കർമ്മണ്യേവാധികാരസ്ഥേ മാഫലേഷു കഥാചന എന്ന് പറഞ്ഞത് വേദങ്ങളുടെ എന്താണ് ആത്മസത്യമാണെന്ന് പറഞ്ഞത് അത് വേദങ്ങൾക്കെതിരാണ്. വേദങ്ങൾക്കെതിരാണത്. ഇത് ഇതൊന്നും വായിക്കാത്ത ആളുകൾ ഇതൊക്കെ ഇങ്ങനെ പറയും. കുറെ പേര് ഇത് കേട്ടോണ്ട് ഇതൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രാഹ്മണൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവര് അബ്രാഹ്മണരായ മനുഷ്യരെ ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യുന്ന കഥകൾ. അല്ലാതെ എന്താണ് ഈ സാധനം? അതെ സാർ. അപ്പൊ ഈ കിടന്ന് നമ്മൾ തർക്കിക്കുന്നതിലും ഇത്തരം വേഷംകെട്ടുകൾ കാണിക്കുന്നതിലും ഒരു അർത്ഥമില്ലാന്ന് പറഞ്ഞു. ഒരർത്ഥമില്ല. പക്ഷെ അയാൾ ഈ ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോ ഈ പ്രോഗ്രാം ചെയ്യാനത്. അതെ തീർച്ചയായിട്ടും സാർ. താങ്ക് യു സാർ. ഓക്കെ. എന്തായാലും പുതിയ ഇൻഫർമേഷൻ ആണ് ഈ ഒരു വേദങ്ങളിൽ ഇങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ അതിന്റെ കൃത്യമായ പറയുന്നത്. അതിന്റെ സെക്ഷൻ പറഞ്ഞില്ല അതൊക്കെ ഭയങ്കര ബോറായി ഇപ്പം പറയും. 10-ാം അധ്യായത്തിലെ 18-ാം പേജിൽ 4-ാം ശ്ലോകം എന്നൊക്കെ പറയേണ്ടെന്ന് വിചാരിച്ച് പറയാത്താണ്. ഓക്കെ സാർ. ഓക്കെ. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ.